ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായിരുന്നു ഇത്. സമ്പന്നർക്ക് മാത്രമേ ഇവിടെ താമസിക്കാൻ കഴിയൂ. ഒരു കൂട്ടം സമ്പന്നരായ കോടീശ്വരന്മാരെ വഞ്ചനാപരമായി ഒരു ഭൂഗർഭ ബങ്കറിലേക്ക് കൊണ്ടുപോയി. അതിനുള്ളിൽ ജീവിതകാലം മുഴുവൻ ആവശ്യമായ ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഭാവി തലമുറയെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഒരു മികച്ച സംവിധാനവും അവിടെ നിർമ്മിച്ചു. ബങ്കറിന്റെ മുഴുവൻ മാനേജ്മെന്റും എയുടെ നിയന്ത്രണത്തിലായിരുന്നു. കോടീശ്വരന്മാരുടെ ഓരോ നീക്കവും ആ തട്ടിപ്പുകാരാണ് നിയന്ത്രിച്ചത്. ലോകാവസാനം പോലെ തോന്നിയത് യഥാർത്ഥത്തിൽ ഒരു വലിയ ഗൂഢാലോചനയുടെ തുടക്കമായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മാക്സിന്റെ പിതാവ് വലിയൊരു തുക നൽകി മാക്സിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചിരുന്നു. ലോകാവസാനം വരുമെന്ന് അദ്ദേഹം മാക്സിനോട് പറഞ്ഞു. ഭാഗ്യവശാൽ തന്റെ കോൺടാക്റ്റുകൾ വഴി അവർക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു രഹസ്യ ബങ്കറിനെക്കുറിച്ച് അദ്ദേഹം കണ്ടെത്തി. ആ ബങ്കറിൽ പ്രവേശിക്കാൻ മാക്സിന്റെ പിതാവ് വലിയൊരു നിക്ഷേപം നടത്തിയിരുന്നു. മാക്സിന്റെ കുടുംബം ഇതിനകം അവിടെ എത്തിയിരുന്നു. ബങ്കറിന്റെ സ്ഥാനം പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ക്ലയന്റുകളെ പോലും കണ്ണടച്ച് അവിടെ കൊണ്ടുപോയത്. ബങ്കറിന്റെ കുഴിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിരുന്നു. അതൊരു തടാകത്തിന് 200 മീറ്റർ താഴെ മറച്ചുവെച്ചിരുന്നു. മുഴുവൻ ബങ്കറും 3 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. 100-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും. ഏതു വലിയ പ്രതിസന്ധിയെയും നേരിടാൻ കഴിയുന്ന തരത്തിലാണ് എല്ലാം പൊട്ടാത്ത രീതിയിൽ നിർമ്മിച്ചിരുന്നത്. ക്ലയന്റുകൾ അകത്ത് കടന്നപ്പോൾ അവരുടെ എല്ലാ സ്വകാര്യ വസ്തുക്കളും, പ്രത്യേകിച്ച് അവരുടെ ഫോണുകൾ, എടുത്തുകൊണ്ടുപോയി. മാക്സിന് ഇതിനെക്കുറിച്ച് വളരെ ജിജ്ഞാസയുണ്ടായിരുന്നു. പക്ഷേ ഫോൺ സിഗ്നലുകൾ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്നും അതിനാൽ സുരക്ഷയ്ക്കായിട്ടാണ് ഇത് ചെയ്തതെന്നും ജീവനക്കാർ വിശദീകരിച്ചു. ഉള്ളിൽ ബങ്കറിന്റെ അന്തരീക്ഷം ഒരു ചെറിയ നഗരത്തിന്റേതുപോലെയായിരുന്നു. പുറം ലോകത്തിലെ മിക്കവാറും എല്ലാ സൗകര്യങ്ങളും അതിലുണ്ടായിരുന്നു. റേഡിയേഷനും വായുവിന്റെ ഗുണനിലവാരവും അളക്കാൻ കൗണ്ടറുകൾ ഘടിപ്പിച്ച പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കാൻ ക്ലയന്റുകളെ നിർബന്ധിച്ചു. അവരുടെ ആരോഗ്യം നിരീക്ഷിക്കാൻ അവർക്ക് റിസ്റ്റ് ബാൻഡുകളും നൽകി. പൂർണ്ണ സ്വകാര്യത ഉറപ്പാക്കാൻ ബയോമെട്രിക് സ്കാനുകൾ വഴി ബങ്കറിന്റെ എല്ലാ വാതിലുകളും തുറന്നു. വെർച്വൽ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി മുറികൾ തൽക്ഷണം മാറാൻ കഴിയും. വളരെ യാഥാർത്ഥ്യമായ ഒരു അനുഭവം നൽകുന്നതിനാണ് എല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എല്ലാ വിവരങ്ങളും ലഭിച്ച ശേഷം മാക്സ് തന്റെ കുടുംബത്തെ കണ്ടുമുട്ടിയപ്പോൾ അവന്റെ സമ്മർദ്ദം അല്പം കുറഞ്ഞു. പിന്നെ അവൻ തന്റെ കാമുകിയുടെ കുടുംബത്തെയും അവിടെ കണ്ടു. 3 വർഷം മുമ്പ് തന്റെ അശ്രദ്ധ തന്റെ കാമുകിയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതിനാൽ അയാൾക്ക് കുറ്റബോധം തോന്നി. പെട്ടെന്ന് ഉച്ചത്തിലുള്ള ഒരു അലാറം മുഴങ്ങി. എല്ലാവരോടും താഴികക്കൂടത്തിൽ ഒത്തുകൂടാൻ ഉത്തരവിട്ടു. ഉത്തരവ് വളരെ കർശനമായിരുന്നു. അനുസരണക്കേട് കാണിക്കുന്ന ഏതൊരാളും തീർച്ചയായും മരിക്കും. എന്നാൽ സമ്പന്നർ അത് സാധാരണമാണെന്ന് കരുതി. അതവരുടെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. വരാനിരിക്കുന്ന കഥ കൂടുതൽ രസകരമാണ്.